കുവൈറ്റ് മലയാളികൾക്കായി പുതിയ FM റേഡിയോ ആരംഭിക്കുന്നു. ഏപ്രിൽ 14 മുതൽ ആരംഭിക്കുന്ന 98.4 UFM കുവൈറ്റിലെ രണ്ടാമത്തെ സ്വകാര്യ റേഡിയോ സ്റ്റേഷനും ആദ്യ ഇന്ത്യൻ റേഡിയോയും ആയിരിക്കും. 16 മാസങ്ങൾക്ക് മുൻപ് ദുബായ് നഗരത്തിലൂടെ കാറിൽ സഞ്ചരിച്ച ഒരു ചെറുപ്പക്കാരന്റെ ചിന്ത പിന്നീട് സ്വപ്നമായി മാറി. കുവൈറ്റ് മലയാളികൾക്കായി 98.4 UFM എന്ന പേരിൽ ആരംഭിക്കുന്ന ആദ്യ ഇന്ത്യൻ FM റേഡിയോ എന്ന ആ സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. അമ്പലപ്പുഴ സ്വദേശിയായ മനു ചന്ദ്രശേഖർ എന്ന ആ ചെറുപ്പക്കാരൻ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായി പ്രവർത്തിക്കുന്ന 98.4 UFM വരുന്ന ഏപ്രിൽ 14 കുവൈറ്റ് മലയാളികൾക്ക് വിഷു കൈനീട്ടവുമായി എത്തുകയാണ്. വാർത്തകൾക്കും വാർത്താധിഷ്ഠിത പരിപാടികൾക്കും മുൻതൂക്കം കൊടുത്ത് ഇൻഫർമേഷനും എന്റർടൈൻമെന്റും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇൻഫോർടൈൻമെന്റ് ചാനൽ എന്ന രീതിയിലായിരിക്കും 98.4 UFM പ്രവർത്തിക്കുകയെന്ന് മനു ചന്ദ്രശേഖർ പറഞ്ഞു. എഫ്എമ്മിന്റെ എല്ലാ പരിപാടികളിലും ഞങ്ങളുടെ എല്ലാവിധ ക്യാമ്പയിനുകളിലും അവരുടെ എല്ലാ സംഘടനകളുടെയും മാക്സിമം കോർപ്പറേഷൻ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അവരുടെ എല്ലാവിധ സഹകരണത്തോടും കൂടി മുന്നോട്ട് പോകണം എന്നതാണ് ഞങ്ങളുടെ ഒരു അൾട്ടിമേറ്റ് വിഷൻ എന്ന് പറയുന്നത്. കിപ്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഭാഗമായ യുണൈറ്റഡ് നെറ്റ്വർക്ക്സ് ആണ് 98.4 UFM മലയാളികൾക്കായി എത്തിക്കുന്നത്. രാവിലെ 6 മുതൽ രാത്രി 12 മണിവരെ ഓരോ അരമണിക്കൂറും സ്പോർട്ട് ന്യൂസുകളും വൈകുന്നേരങ്ങളിൽ 1 മണിക്കൂർ ന്യൂസ് അവറും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വാർത്തകളും മലയാളം, തമിഴ്, ഹിന്ദി ഭാഷകളിലുള്ള ഗാനങ്ങളും കുവൈറ്റ് മലയാളി സംഘടനകളെയും കലാകാരന്മാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടികളും 98.4 UFM പ്രക്ഷേപണം ചെയ്യും. യുണൈറ്റഡ് നെറ്റ്വർക്ക്സിന്റെ ഡയറക്ടർ ഓഫ് ഫിനാൻഷ്യൽ കൺട്രോൾ മിസ്റ്റർ ഫിലിപ്പ് മോഹൻ ഫ്രം ദ ഡേ വൺ ഇപ്പോഴും ഞങ്ങളുടെ ഈ പ്രോജക്റ്റ് ഒരു റിയാലിറ്റി ആവുമ്പോഴും ഞങ്ങളുടെ കൂടെ ഒരു ടീം മെമ്പറെ പോലെ തന്നെ നിന്ന്, ഒരു ഫാമിലി മെമ്പറെ പോലെ നിന്ന് ഈ ഒരു പ്രോജക്റ്റ് ഒരു റിയാലിറ്റി ആക്കി തന്നത്, റിയലൈസ് ചെയ്ത് തന്നത് അദ്ദേഹമാണ്. കുവൈറ്റ് രാജകുടുംബാംഗം ഷെയ്ഖ് അഹമ്മദിന്റെ നിയന്ത്രണത്തിലുള്ള മറീന എഫ്എമ്മിന്റെ സഹോദര സ്ഥാപനമായ 98.4 UFM സാൽമിയ മറീന മോളിലാണ് പ്രവർത്തിക്കുന്നത്. കുവൈറ്റിൽ ആകെയുള്ള 2 സ്വകാര്യ FM സ്റ്റേഷനുകളിൽ ഒന്നാണ് 98.4 UFM എന്നതുകൊണ്ട് തന്നെ കുവൈറ്റിലെ മലയാളി മാധ്യമ പ്രവർത്തന രംഗത്ത് ഇത് ചരിത്ര സംഭവമായി മാറിയിരിക്കുകയാണ്. വിനോദ് ബി നായർ, ജീവൻ ന്യൂസ്, കുവൈറ്റ്.